ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. പത്തനംതിട്ട ജില്ലയിലെ കോയിപ്രം പഞ്ചായത്തിലെ പുല്ലാട് ഗ്രാമം, അവിടെ ഒരു ജനാർദ്ദനൻ നായരുടെ വീടാണ് സംഭവത്തിൻ്റെ പശ്ചാത്തലം. ജനാർദ്ദനൻ നായർ ഒരു പോസ്റ്റ് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രമാദേവി അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭർത്താവ് ജോലിക്ക് പോകാൻ ഇറങ്ങുന്നത് കണ്ട് രമാദേവി വേഗം ഓടി പിറകിൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇന്ന് അമ്പലത്തിൽ പോണോട്ടാന്ന് പറഞ്ഞു, ഒരു ഭജനയുണ്ട്, എനിക്ക് പോണോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ജനാർദ്ദനൻ നായർ പറഞ്ഞു, നല്ല മഴയുള്ള ദിവസമാണല്ലോ, മാത്രമല്ല നല്ല കാറ്റും വീശുന്നുണ്ട്, നിനക്ക് നിർബന്ധമാണെങ്കിൽ പോയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ രമാദേവി പറഞ്ഞു, മഴ മാറുകയാണെങ്കിൽ പോവാല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനാർദ്ദനൻ നായർ ജോലിക്ക് പോകാനിറങ്ങി. ജോലിയൊക്കെ കഴിഞ്ഞ് സാധാരണ പോലെ അദ്ദേഹം ഒരു 6 മണിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ നിന്നിട്ട് അദ്ദേഹം കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ അകത്ത് നിന്ന് ഭാര്യയുടെ അനക്കമൊന്നുമില്ല. പിന്നെ ഭാര്യനെ വിളിച്ച് നോക്കി, വീടിൻ്റെ പുറവശത്തൊക്കെ പോയിട്ട് വിളിച്ചിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഇതെന്താ പറ്റിയേക്കണാവോ എന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്തു. പിന്നെ അയാൾക്ക് ടെൻഷനായി, ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, വല്ല തലകറങ്ങയോ തലകറക്കോ മറ്റോ വന്നിട്ട് വീണെവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവോ. അപ്പോൾ രമാദേവിക്ക് വയസ്സൊരു 50ഓളം ഉണ്ട്. ഈ ജനാർദ്ദനൻ നായരിന് 50-ന് മേളിൽ പ്രായമുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ടെൻഷനായി അയാൾക്ക്. വേഗം തന്നെ വാതിൽ പൊളിച്ചിട്ട് ജനാർദ്ദനൻ നായർ അകത്ത് കയറി. വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ ഒരു ഡൈനിങ് ടേബിൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഈ രമാദേവി വീണ് കിടക്കുന്നു. ഇദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. അതേപോലത്തെ കാഴ്ചയാണ് ജനാർദ്ദനൻ നായർ കണ്ടത്. അതായത് തൻ്റെ ഭാര്യ രമാദേവി കഴുത്തറുത്ത നിലയിൽ ഫ്ലോറിൽ ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അയാൾ പേടിച്ച് വേഗം ഫോണിൻ്റെ അടുത്തേക്ക് ഓടി. അതായത് ഇവരുടെ അയൽവക്കത്ത് താമസിക്കുന്നത് ഇവരുടെ റിലേറ്റീവ്സാണ്. അപ്പോൾ അവരാരെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓടിയത്. വേഗം ഫോണിൽ വിളിച്ചു. അവർ റിലേറ്റീവ്സ് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടി വന്നു. അയൽവക്കത്തെ വീടാണ് ഫോണിൽ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ വീട് ഇരിക്കുന്നത് ഏകദേശം ഒരു 1.5 ഏക്കർ ഭൂമിയുടെ ഉള്ളിലാണ്. വേറെ അടുത്ത് വീടുകളില്ല. ഈ 1.5 ഏക്കർ ഇവരുടെ സ്ഥലമാണ്. അപ്പോൾ ഫോണിൽ വിളിച്ച് വരുത്തിയതാണ്. അതറിഞ്ഞ് കുറച്ച് അയൽവക്കത്തുകാരും ഒക്കെ ഓടിക്കൂടി. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് അയൽവക്കക്കാരും ഇവരുടെ റിലേറ്റീവ്സും ജനാർദ്ദനൻ നായരും ഉണ്ട്. അദ്ദേഹം തലയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലെന്ന് കാണുന്നവർക്ക് അറിയാലോ. ആ രീതിയിലാണ് കിടക്കുന്നത്, മരിച്ചു കിടക്കുന്നത് കണ്ടാൽ അറിയാലോ. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതി നാട്ടുകാർ നിൽക്കുമ്പോൾ ഈ നാട്ടുകാരിൽ ചിലർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വേഗം വിളിച്ച് വിവരം അറിയിച്ചു. ലോക്കൽ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എത്തി. അപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ രമാദേവിയുടെ കൈക്ക് ഉള്ളിൽ നിന്ന് നഗരിൽ നിന്നൊക്കെ ആയിട്ട് ചില മുടിയിഴകൾ ലഭിച്ചു. അപ്പോൾ അതവർ കളക്ട് ചെയ്തു. പിന്നെ ലോക്കൽ പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ജനാർദ്ദനൻ നായർ പറഞ്ഞായിരുന്നു കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, അത് മിസ്സായിട്ടുണ്ടെന്ന്. അപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയച്ചു. അപ്പോൾ ലോക്കൽ പോലീസിൻ്റെ നിഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ കളവ് ചെയ്യാനായിട്ട് വീട്ടിൽ കയറിയിട്ട് പെട്ടെന്ന് രമാദേവീനെ കണ്ടിട്ട് അതൊരു കൊലപാതകത്തിൽ അവസാനിച്ചു. അപ്പോൾ അതാണ് ലോക്കൽ പോലീസിന് മനസ്സിലായ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നിഗമനം. അതിനുശേഷം ബോഡിയുടെ പോസ്റ്റ്മോർട്ടം മറ്റ് നടപടിക്രമങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കോയിപ്രം പഞ്ചായത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ട് വിശദമായിട്ട് എല്ലാവരും ചോദ്യം ചെയ്തു. ജനാർദ്ദനൻ നായരിനോടും സംഭവം നടന്ന ദിവസത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ റിലേറ്റീവ്സിനോടും അയൽവക്കത്തുകാരോടും ഒക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ വലിയൊരു ഇൻഫോർമേഷൻ കിട്ടിയത്, പറയുന്ന വീടിൻ്റെ അയൽവക്കത്ത് ഒരു തമിഴൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. ചുടലമുത്തു എന്നാണ് അയാളുടെ പേര്. ഇപ്പോൾ ചുടലമുത്തുവിൻ്റെ വൈഫ്, സെക്കൻഡ് വൈഫാണ്, വൈഫും കൂടെയുണ്ട്. വാടകയ്ക്ക് അവർ താമസിക്കുന്നതാണ്. സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവർ അവിടെ നിന്ന് മുങ്ങി. അപ്പോൾ ഊഹിക്കാവുന്നതാണല്ലോ, കൊല നടത്തിയിട്ട് ഗോൾഡും കവർന്ന് അവർ ഈ സ്ഥലം വിട്ടു. ഇപ്പോൾ ലോക്കൽ പോലീസ് ഈ അന്വേഷണം ഈ ചുടലമുത്തുവിൻ്റെ നേരെയായി. ചുടലമുത്തുവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായി. നമ്മുടെ കേരളത്തിൽ
നല്ല രീതിയിൽ അന്വേഷിച്ചു. പിന്നെ തമിഴ്നാട്ടുകാരനാണല്ലോ ചുടലമുത്തു, തൂത്തുക്കുടി സ്വദേശിയാണ്. അപ്പോൾ തൂത്തുക്കുടി അടക്കം തമിഴ്നാട് മുഴുവനും ഇവർക്ക് വേണ്ടിയിട്ട് അരിച്ചു പെറുക്കി. ഒരു രക്ഷയുമില്ല. ചുടലമുത്തുവിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും കിട്ടിയില്ല. പിന്നെ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പോലീസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്തു നമ്മുടെ മലയാളം ദിനപത്രത്തിൽ. ഈ ചുടലമുത്തുവിൻ്റെ ഒരു ഫോട്ടോഗ്രാഫൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സൊക്കെ കൊടുത്തിട്ട്, അതായത് ചുടലമുത്തു ഒരു കറുത്തിട്ട് പൊക്കം കുറഞ്ഞ ഒരാളാണ്. ഇടത് കണ്ണിന് ഒരു കോങ്കണ്ണുണ്ട്, വലത് കണ്ണിന് താഴെയായിട്ട് ഒരു മറുകുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് കൂടെ പോലീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പച്ചകുത്തി ഇതും മറ്റുമൊക്കെ ആയിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ സെക്കൻഡ് വൈഫായിട്ടുള്ള തങ്കച്ചി, ഈ ചുടലമുത്തുവിനേക്കാൾ കുറച്ചും കൂടി പൊക്കമുള്ള ഒരു സ്ത്രീ. ഈ രീതിയിലുള്ള വ്യക്തികളെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പോലീസിന് തെറ്റി. ഒരു ഇൻഫോർമേഷനും അല്ലെങ്കിൽ ഈ ചുടലമുത്തുവിനെ എവിടെ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു വിവരങ്ങളും പോലീസിന് ശേഖരിക്കാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടോ അല്ലാതെയോ സാധിച്ചില്ല. പിന്നെയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുപോയി. ഏകദേശം 7ഓളം മാസമായി. ഇപ്പോഴേക്കും 2007 കേസിന് യാതൊരുവിധ അനക്കവുമില്ല. ചുടലമുത്തുവിൻ്റേതെന്ന് തോന്നിക്കുന്ന കുറച്ച് എവിഡൻസ്, അതായത് ഒരു ടോർച്ചും ഒരു വാച്ചൊക്കെ സംഭവ സ്ഥലത്തു നിന്ന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു സംഭവം നടന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ചുടലമുത്തു തന്നെയാണ് സംഭവം നടത്തിയിട്ട് മുങ്ങിയിരിക്കുന്നത്. അത്രയും മാത്രം മനസ്സിലാക്കാനാണ് ഈ പോലീസിന് സാധിച്ചത്. 7 മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ജനാർദ്ദനൻ നായർ കേസിന് യാതൊരുവിധ പുരോഗമനവും ഇല്ലാത്തതുകൊണ്ട് കോടതിയിലൊരു ഹർജി ഫയൽ ചെയ്തു. CBIനെ കൊണ്ട് അന്വേഷിക്കണമെന്നായി ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്തത്. കേസ് റിക്വസ്റ്റ് കോടതി അക്സെപ്റ്റ് ചെയ്തു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീമിനെയാണ് കോടതി ആദ്യം ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീം വന്നു, CBI വന്നു. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചു. മാത്രമല്ല അവർ ഈ പറയുന്ന കയ്യിൽ നിന്ന് കിട്ടിയ, രമാദേവി മരിച്ചു കിടക്കുമ്പോൾ കയ്യിൽ നിന്ന് കിട്ടിയ മുടി ഇഴകൾ അതിൻ്റെ DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് ശേഖരിച്ചു. അപ്പോൾ റിസൾട്ടിൽ ഉണ്ടായിരുന്നത് ജനാർദ്ദനൻ നായരിൻ്റെ മുടിയിഴകളാണെന്നാണത്. അപ്പോൾ ജനാർദ്ദനൻ നായർ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള വ്യക്തിയാണല്ലോ. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ മുടി ഇഴകൾ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനാർദ്ദനൻ നായരിലേക്ക് ഈ കേസ് തിരിഞ്ഞില്ല. പിന്നെ ഈ ചുടലമുത്തുവിനെ കണ്ടെത്താൻ തന്നെയാണ് ഈ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീം ട്രൈ ചെയ്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുരോഗമനം ഉണ്ടായില്ല. നേരത്തെ പോലെ തന്നെ ആയിപ്പോയി അന്വേഷണം. ഈ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീമുകൾ മാറി വന്നു. ഏകദേശം ഒരു 14ഓളം ടീമുകൾ, ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ 14ഓളം ടീമുകൾ അന്വേഷിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു പുരോഗമനം ഉണ്ടായില്ല. പിന്നെ 2019 വരെയും ഈ ടീം തന്നെയാണ് അന്വേഷിച്ചത്. ഈ കേസിന് ഒരു വിധത്തിലുള്ള പുരോഗമനം ഉണ്ടായില്ല. വർഷങ്ങളോളം പാഴായ ഒരു കേസ്. പ്രതിയിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളും മറ്റുമൊക്കെ അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു കൊല ആണ് നടന്നിരിക്കുന്നത്. അത് വിദഗ്ധനൊന്നുമല്ല കൊല ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും പോലീസിനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ടീമിനോ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. 2019 ഈ കേസ് പത്തനംതിട്ട തിരുവല്ല CBIക്ക് കൈമാറി. അപ്പോൾ ആ ഒരു ജില്ലയിൽ തന്നെയാണല്ലോ സംഭവം നടന്നിരിക്കുന്നത്, തിരുവല്ലയ്ക്ക് അടുത്തുള്ള സ്ഥലം തന്നെ. അപ്പോൾ ഈ CBI അന്വേഷണം തുടങ്ങിയത് തുടക്കത്തിൽ ഈ പറയുന്ന ചുടലമുത്തുവിനെ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നെ ഈ ചുടലമുത്തുവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പഴയ അഡ്വർടൈസ്മെൻറ്റ് ഒന്നുകൂടി പുതുക്കി മലയാള ദിനപത്രത്തിൽ കൊടുത്തു. ഈ പറയുന്ന ചുടലമുത്തുവിൻ്റെ ഒരു ഫോട്ടോഗ്രാഫും നേരത്തെ പറഞ്ഞ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സുകളൊക്കെ ചേർത്തിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ഫോൺ നമ്പർ മാത്രം മാറ്റി. എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്തനംതിട്ട CBIയുടെ നമ്പറിലേക്ക് വിവരം വിളിച്ച് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്പറിലേക്ക് ഒരു ദിവസം ഒരു കോള് വന്നു. അതായത് ചുടലമുത്തുവിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ തങ്കച്ചി, അവർ തമിഴ്നാട്ടിലെ ഒരു തെങ്കാശിയിൽ
ഉണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷനാണ് CBIക്ക് ലഭിച്ചത്. ഇവർ അറിഞ്ഞ ഉടനെ തന്നെ CBI ഈ സംഭവം പറയുന്ന സ്ഥലത്തെത്തി, ഈ തെങ്കാശിയിലെത്തി ഈ തങ്കച്ചീനെ ചോദ്യം ചെയ്തു. അപ്പോൾ വളരെയധികം ഒരു വലിയ ഉത്സാഹത്തോടെയാണ് CBI അവിടെ എത്തിയിരിക്കുന്നത്. ഇത്ര വർഷമായിട്ടും കണ്ടെത്താതെ കിടന്നിരുന്ന, അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റാതെ ഇരുന്ന ആ ഒരു പ്രതിയിലേക്ക് അവർ എത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇനി അറസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് അവരവിടെ എത്തിയിരിക്കുന്നതും ചോദ്യം ചെയ്യുന്നത്. ഈ പറയുന്ന സ്ത്രീനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും വർഷം പാഴായത് ഈ CBI മനസ്സിലാക്കണത്. അവർക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലുമില്ല. ഈ കൊലപാതകമായിട്ട് ഇവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ചുടലമുത്തുവിനും ഈ കൊലപാതകത്തിൽ പങ്കില്ല. അവരത് ചെയ്തിട്ടില്ല. അപ്പം മാറ്റിയും മറിച്ചും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, CBI ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ചെറിയ പാഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പക്ഷേ എങ്ങനെ മാറ്റിയും മറിച്ചും ചോദിച്ചിട്ടൊന്നും ഈ സ്ത്രീ യാതൊരു വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതായത് അവർ ചെയ്തിട്ടില്ലാത്ത കുറ്റം അവരേറ്റ് പറയുന്നൊന്നുമില്ല. അവർ നടന്ന കാര്യങ്ങൾ, അതായത് അന്നത്തെ ദിവസം അവരവിടെ ഉണ്ടായിരുന്നു, പിറ്റേന്ന് ഹസ്ബൻഡിനെ കാണാനില്ല, പിന്നെ അവർക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് വന്നു ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അവർ പിന്നെന്ത് ചെയ്യാനാണ്? അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഈ CBI നേരെ തിരിച്ച് ഇവിടേക്ക് വന്നു, പത്തനംതിട്ടയിലേക്ക് വന്നു. അവിടെ നിന്നാണ് കേസിനൊരു വഴിത്തിരിവുള്ളത്. ഇനി ഇത്രയും നാളെ സംശയിച്ച വ്യക്തി അല്ലെങ്കിൽ പിന്നെ മറ്റാരായിരിക്കാം? സ്വാഭാവികമായിട്ടും ജനാർദ്ദനൻ നായരുടെ മുടിയിഴകളാണ് ഈ രമാദേവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് പിടിവലിക്കിടയിൽ അവർ ഈ മുടിയിഴകളിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇടയിൽ ഈ ഇവരുടെ കയ്യിൽ വന്നതായിരിക്കാം. അപ്പോൾ ആ DNA ടെസ്റ്റോട് കൂടി ചേർത്തിട്ടാണ് ഈ ജനാർദ്ദനൻ നായർ CBIയുടെ ഓഫീസിലേക്ക് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ സുനിൽ രാജിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ജനാർദ്ദനൻ നായരിനെ CBI ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ വിളിപ്പിച്ചിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യനിങ് ഒന്നും പറ്റത്തില്ല. ഏജ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 75 ഒക്കെ ഉണ്ട്. 75 വയസ്സുള്ള ഒരാളോട് സസ്പെക്റ്റ് എന്നതുകൊണ്ട് മാത്രം ചോദിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രകോപനങ്ങളോ മറ്റൊന്നും ഇല്ലാതെ തന്നെ ഈ ജനാർദ്ദനൻ നായർ കുറ്റം സമ്മതിച്ചു. ജനാർദ്ദനൻ നായർ പറഞ്ഞു ജനാർദ്ദനൻ നായരാണ് തൻ്റെ ഭാര്യയായിട്ടുള്ള രമാദേവിനെ കൊന്നത്, കുറ്റം സമ്മതിച്ചു. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലാനേഷൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഈ സംഭവം നടന്നത് 2006 മെയ് 26-നാണല്ലോ. അന്ന് രാവിലെ ഇവർ തമ്മിലൊരു കശപിശ ഉണ്ടാവുന്നുണ്ട്. അതായത് ജനാർദ്ദനൻ നായരോട് ഭാര്യ പറഞ്ഞു എനിക്ക് ഇന്ന് അമ്പലത്തിൽ ഭജനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ജനാർദ്ദനൻ നായർ പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞു. കാരണം ജനാർദ്ദനൻ നായരിന് ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള രമാദേവിനെ നല്ല സംശയമുണ്ട്. അപ്പോൾ നീ നിൻ്റെ കാമുകനെ കാണാനായിട്ടല്ലേടി നീ പോണതെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ രമാദേവിക്ക് നല്ല ദേഷ്യം കയറുകയും ചെയ്തു. ഇത് പറഞ്ഞിട്ട് നല്ല ദേഷ്യം കയറിയിട്ടാണ് ഈ ജനാർദ്ദനൻ നായർ അന്ന് ജോലിക്ക് പോകുന്നത്. വൈകുന്നേരം വരുമ്പോൾ അതേ അരിശത്തിലാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് പോയോന്ന് അറിയണ്ടേ എന്ന് കരുതിയിട്ട് വൈഫിനോട് ചെന്ന് ചോദിച്ചു നീ ഇന്ന് പോയായിരുന്നോന്ന് ചോദിച്ചു പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ രമാദേവി പറഞ്ഞു ഞാനിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നിന്നോട് ഇന്ന് രാവിലെ പറഞ്ഞതല്ലേ പോകരുതെന്ന്, നിനക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം കയറി. അപ്പോൾ രമാദേവി പറഞ്ഞു ഏതാണ് അവൻ, നിങ്ങൾ കുറേ നാളായല്ലോ ഈ സംശയം കൊണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തല്ലുകൊടുത്തുമായി. അപ്പോൾ അന്ന് മാത്രമല്ല കുറേ കാലങ്ങളായിട്ട് ഈ രമാദേവിനെ ജനാർദ്ദനൻ നായരിന് നല്ല സംശയമുണ്ട്. ഈ ദേഷ്യത്തിൽ ജനാർദ്ദനൻ നായർ അപ്പോൾ വീട്ടിലാരും ഇല്ലേം താനും, വീട്ടിലാരും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 2 മക്കളുണ്ടെന്ന് പറയുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയുന്നു. അന്ന് ആ സംഭവം സമയത്ത് അവരില്ലായിരുന്നു ആ വീട്ടിൽ. പിന്നെ മാത്രമല്ല ഈ മക്കളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളും ഒരു ഉദ്യോഗസ്ഥരും പുറത്തു വിട്ടിട്ടില്ല, ഒരു മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്നൊരു കാര്യം ഇവർക്ക് 2 മക്കളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരെ ഈ സംഭവം നടന്ന സ്ഥലത്തോ ഇല്ലാതിരുന്നത് കൊണ്ടും മറ്റുമൊക്കെ അവരുടെ സ്വകാര്യ ജീവിതത്തിനെ മാനിച്ചിട്ടായിരിക്കണം അതൊന്നും പുറത്തു വിടാത്തത്. എന്തായാലും അന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ തല്ലുപിടുത്തത്തിനിടയിൽ ഈ ജനാർദ്ദനൻ നായരിൽ ദേഷ്യം കയറിയിട്ട് അടുക്കളയിലേക്ക് ഓടിച്ചെന്നിട്ട് വാക്കത്തി എടുത്തിട്ട് ഈ രമാദേവിയുടെ കഴുത്തിൽ ആഞ്ഞ് വെട്ടി.
ഈ ഒറ്റ വെട്ടിന് തന്നെ ഈ രമാദേവി മറിഞ്ഞ് താഴെ വീണു, കഴുത്തറ്റു. പിന്നീട് ഒന്നും ചെയ്യാൻ നിന്നില്ല ജനാർദ്ദന നായർ, പിന്നെ വെട്ടാനൊന്നും നിന്നില്ല. അദ്ദേഹം നേരെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പുറത്തുനിന്ന് ജസ്റ്റ് ചാരിയിട്ടിട്ട് പോയിട്ട് തിരിച്ച് ജോലിക്ക് വരുന്നത് പോലെ വന്നിട്ടാണ് ഈ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരെയൊക്കെ വിളിച്ചറിയിച്ച് സംഭവം നടക്കുന്നത്. എന്തായാലും ഇത് തുടങ്ങി അവിടെ ഒരു ഡോഗ് സ്ക്വാഡ് പോലും വന്നില്ല സംഭവം നടന്ന സ്ഥലത്ത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെയൊക്കെ പിടിക്കാമായിരുന്നു അല്ലേ പ്രതിനെ. പിന്നെ ഈ പറയുന്ന രമാദേവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിയിഴകളുടെ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ജനാർദ്ദനൻ നായരാണ് എന്ന് തെളിഞ്ഞതാണ്. പക്ഷേ നല്ല രീതിയിലുള്ള വീഴ്ച തന്നെയാണ് കേസിന് സംഭവിച്ചത്. 17ഓളം വർഷം ഒരു തരത്തിലുള്ള അന്വേഷണ പുരോഗമനം ഉണ്ടായില്ല. ഈ DNA സാമ്പിള് ഇദ്ദേഹത്തിൻ്റെതാണെന്ന് അറിഞ്ഞിട്ടും ജനാർദ്ദനൻ നായരിനെ ഒരു ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യില്ല. ഇനി അത് എന്തിൻ്റെ ബലത്തിലാണെന്ന് അറിയില്ല. വലിയ രീതിയിലുള്ള വീഴ്ചയാണ് വന്നിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ സ്വാധീനമോ പണത്തിൻ്റെ സ്വാധീനമോ എന്താണ് എന്നൊന്നും അറിയില്ല. ഇദ്ദേഹത്തിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്തു പോലുമില്ല. മാത്രമല്ല ഇദ്ദേഹം പറയുന്ന മൊഴികൾക്ക് പരസ്പര വൈരുദ്ധ്യം ഉണ്ടും താനും. വീട് അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന വാതിൽ തല്ലിപ്പൊളിക്കുമ്പോൾ വാതിലിന് എന്തെങ്കിലും സംഭവിക്കണ്ടേ? അങ്ങനെ ഒന്നുമില്ല എന്തായാലും. എന്നിട്ട് പോലും ഇദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാനോ യാതൊരു വിധത്തിലുള്ള ഇതിനോ തയ്യാറായില്ല. ആ ചുടലമുത്തുവിൻ്റെ പുറകെ തന്നെയാണ് അന്വേഷണം പോയത്. ഈ ചുടലമുത്തുവിനെ ഈ പറയുന്ന കാലഘട്ടങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതുവരേക്കും കണ്ടുകിട്ടിയിട്ടില്ല. പിന്നെ ഈ CBI ഈ ജനാർദ്ദനൻ നായരെയും കൊണ്ട് ഈ പറയുന്ന സംഭവം നടന്ന സ്ഥലത്ത് എത്തി തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴേക്കും ജനാർദ്ദനൻ നായർ 1.5 വർഷത്തോളം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അത് വിറ്റിട്ട് മേടിച്ച ആൾക്കാർ ആ പറമ്പ് ലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കിണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിണറ്റിലാണ് ജനാർദ്ദനൻ നായർ വാക്കത്തി സംഭവം കൃത്യം നടത്തിയ വാക്കത്തി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലും മുന്നുണ്ടായ ഉദ്യോഗസ്ഥർ ഒന്നും പറ്റിച്ച് നോക്കാനോ ഒന്നും തയ്യാറായില്ല. ഇപ്പോൾ ഈ CBI സുനിൽ രാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ പ്രശംസനീയമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് കേസ് അന്വേഷിച്ചു. ഇത്രയും വർഷം പഴക്കമുള്ള കേസ് ആ വാക്കത്തി ആ കിണറ്റിൽ നിന്നും കണ്ടെടുത്തു. പിന്നെ 17 വർഷം കഴിഞ്ഞ വാക്കത്തിയാണല്ലോ, അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ശേഖരിക്കാനില്ലെങ്കിൽ പോലും ഇത് വലിയൊരു തെളിവാണ്. 17 വർഷം പഴക്കമുള്ള ഒരു കേസിന് അതിൻ്റേതായ രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ഈ പറയുന്ന ജനാർദ്ദനൻ നായറിന് ശിക്ഷ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ മാനിച്ചും തെളിവുകളുടെ അഭാവത്തിലുമൊക്കെ വെറുതെ ആയി പോകാൻ സാധ്യതയുണ്ട്, വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വാക്കത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വീടില്ലാത്തത് കൊണ്ട് ഒരു സ്കെച്ചൊക്കെ വരച്ചിട്ട് ആണ് ഒരു ഡെമ്മിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ജനാർദ്ദനൻ നായർ കൊല നടത്തിയത് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈ രീതിയിലൊക്കെ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്വേഷണമല്ല, ഈ പറയുന്ന കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസ് നടക്കുന്നത് ഇപ്പോൾ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കോർട്ടിലാണ്. ജനാർദ്ദനൻ നായർ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജയിലിലുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിധി വന്നാൽ മാത്രമാണ് ഇദ്ദേഹത്തിനെ സെൻട്രൽ ജയിലിലേക്കൊക്കെ മാറ്റത്തുള്ളൂ. ചുടലമുത്തുവിന് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. നാട്ടുകാർ ചിലർ പറയുന്നുണ്ട് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ത്രീനെ കൊല്ലാതെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അതാണോ അദ്ദേഹത്തിൻ്റെ ഈ ജനാർദ്ദനൻ നായരുടെ മുഖത്തുള്ള ഇത്തരം കോൺഫിഡൻസ് എന്നറിയില്ല. അദ്ദേഹം ഇത് ഏറ്റു പറയുമ്പോഴാണെങ്കിലും മറ്റ് സാഹചര്യത്തിലാണെങ്കിലും യാതൊരു വിധത്തിലൊരു വിഷമമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പശ്ചാത്താപമോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്നുള്ളൊരു നിഗമനം ഈ ജനാർദ്ദനൻ നായർക്കുണ്ടോ എന്നറിയില്ല. പിന്നെ പറയുന്നുണ്ട് അദ്ദേഹം വലിയൊരു സംശയരോഗിയാണ്, അദ്ദേഹം ചെയ്തത് ശിക്ഷയ്ക്ക് തക്ക ശിക്ഷ ലഭിക്കണം, അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തിക്ക് തക്ക ശിക്ഷ ലഭിക്കണം എന്ന് പറയുന്നവരുണ്ട്. നമുക്കറിയില്ല അവർ ഭാര്യ ഭർത്താവും തമ്മിലുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനം എന്താണോ എന്നൊന്നും നമുക്കറിയില്ല. അതോടുകൂടി ഈ ചുടലമുത്തുവിനെ കാണാണ്ടുമായിട്ടുണ്ട്. ഈ ചുടലമുത്തുവിന് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല. എന്തായാലും നല്ലൊരു വിധി തന്നെ ജനാർദ്ദനൻ നായരിന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക.